കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറി എന്നുള്ളതാണ് വാർത്ത. ഒരു മരണമൊക്കെ അതിനകത്തുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അരുൺ പാറക്കൽ ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, വലിയ അപകടമാണോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് ഉണ്ടായത്? വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. കാസർഗോഡ് അനന്തപുരത്താണ്. ഇത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഇവിടെ പ്ലൈവുഡ് ഫാക്ടറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് എന്നാണ് ഈ പ്ലൈവുഡ് ഫാക്ടറിയുടെ പേര്. 300-ലധികം തൊഴിലാളികൾ ആ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്നു എന്നാണ് ഈ ഫാക്ടറി പറയുന്നത്. ഇത് കാസർഗോഡ് അനന്തപുരത്താണ് പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഒരു മരണം ദൗർഭാഗ്യവശാൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കുണ്ട്. 300ഓളം ജീവനക്കാർ ആ സമയം ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അരുൺ പാറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെ പറ്റിയും ഇപ്പോൾ നടക്കുന്ന രക്ഷാ ദൗത്യത്തെ പറ്റിയും അറിയേണ്ടതുണ്ട്. എന്താണ് പൊട്ടിത്തെറിക്ക് സ്ഫോടന കാരണം എന്ന കാര്യം അടക്കം വ്യക്തമാകേണ്ടതുണ്ട്. അല്പസമയം മുൻപാണ് അപകടമുണ്ടായത്. കാസർഗോഡ് അനന്തപുരത്താണ് പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറി. അരുൺ പാറക്കൽ പറയൂ, എന്താണ് പൊട്ടിത്തെറിക്ക് കാരണം? അഷ്മി, ബോയിലറാണ് പൊട്ടിത്തെറിച്ചത്. ഇതൊരു പ്ലൈവുഡ് ഫാക്ടറിയാണ്. കൂടിയാണ് ഈ ആളുകൾ 300-ലധികം തൊഴിലാളികൾ ഈ സമയത്തുണ്ടായിരുന്നു. ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് എന്നാണ് ഈ ഒരു ഫാക്ടറിയുടെ പേര്. പ്ലൈവുഡ് ഫാക്ടറിയാണ്. തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ അപകടവും നടന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമായിരുന്നു എന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അതായത് ഈ ഫാക്ടറി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് പുറത്ത് വീടുകളുണ്ട്. ആ വീടുകളുടെ ജനൽച്ചില്ലുകൾ ഉൾപ്പെടെ തകരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പരുക്കേറ്റ ആളുകളെ എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 20-ലധികം ആളുകൾക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ കാഷ്വാലിറ്റി അതിലും കൂടാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. 300ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കമ്പനിയിൽ തന്നെ 300ഓളം തൊഴിലാളികൾ ഉണ്ട്. സംസ്ഥാനക്കാരാണെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അതിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുമ്പളയിലേക്ക് മാറ്റിയ പരുക്കേറ്റ ഒരാളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള ആളുകളെ മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ തെരച്ചിൽ തുടരുകയാണ്. ഇൻഡസ്ട്രി അതായത് ഈ ഫാക്ടറിക്കകത്ത് ഇനിയും ആളുകൾ ഉണ്ടോ എന്ന കാര്യം ഫയർഫോഴ്സ് പരിശോധിക്കുകയാണ്. ആ ഭാഗത്തേക്ക് ആളുകളെ ഇതുവരെയും കടത്തിവിട്ടിട്ടില്ല. നാട്ടുകാരുൾപ്പെടെ ഇവിടെ വലിയ രീതിയിൽ സംഘടിച്ചിട്ടുണ്ട്. ഫാക്ടറിക്ക് അടുത്ത് സംഘടിച്ചിട്ടുണ്ട്. അവരെ അവിടെ നിന്ന് മാറ്റി ഈ തെരച്ചിലും മറ്റു കാര്യങ്ങളും ഒക്കെ സുഖകരമായി നടത്തുന്നതിന് വേണ്ടി പോലീസ് സംഘം, വലിയ രീതിയിലുള്ള പോലീസ് സംഘവും എത്തിയിട്ടുണ്ട്. എന്തായാലും കാഷ്വാലിറ്റി കൂടാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. 300-ലധികം ആളുകൾ തൊഴിലെടുക്കും. ഈ 300-ലധികം ആളുകൾ ഒരേ സമയം ജോലിയുള്ള സമയത്ത് പൊട്ടിത്തെറി ഉണ്ടായെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യം, എത്ര പേർ പരിക്കേറ്റവരുണ്ട് അരുൺ? അഷ്മി, പരിക്കേറ്റവരുടെ എണ്ണത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 20-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. പോലീസിനും ഫയർഫോഴ്സിനും ഒന്നും അക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ ഇതാ JCB ഉൾപ്പെടെയുള്ള കാസർഗോഡാണ് അനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറി ഉണ്ടായി. 300ഓളം പേർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. അതിൽ ഒരു മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് പരിക്കുണ്ട്. രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവർക്ക് എത്ര പേരാണെന്നും അവരുടെ ആരോഗ്യനില എങ്ങനെയാണെന്നൊക്കെ അല്പസമയത്തിനകം അരുൺ പാറക്കലിനോട് ഒന്നുകൂടി ചോദിക്കുകയും ചെയ്യാം. നമ്മുടെ രക്ഷാദൗത്യം എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.